ഹായ് ഗായ്സ്, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. സോ രാവിലെ 6 മണിയായി. ഞങ്ങളുടെ കോളനിയുടെ ഫ്രണ്ടിൽ 3 പേരും എത്തി. ആ വെള്ള സഞ്ജു, കറുപ്പ് ശ്രീകുട്ടൻ, ഇത് കാശി. അങ്ങനെ ഞങ്ങൾ വേനോലി വഴിയാണ് സൈക്കിൾ ചവിട്ടി പോയത്. ഞങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലേക്കാണ് 4 പേരും പോയിക്കൊണ്ടിരിക്കുന്നത്. കേൾപ്പിക്കാം. അങ്ങനെ ഒരു 10-12 കിലോമീറ്ററൊക്കെ ചവിട്ടി കഴിഞ്ഞ് ഇടയിൽ ഒരു 1-2 വാട്ടർ ബ്രേക്കൊക്കെ എടുത്ത് ചില നല്ല നല്ല സ്പോട്ടുകൾ കാണുമ്പോൾ കുറേ ഫോട്ടോസ് എടുത്ത് അങ്ങനെയായിരുന്നു ഞങ്ങളുടെ യാത്ര മൊത്തം. ആക്ച്വലി ഫീൽ സോ ഗുഡ്. രാവിലെ എണീറ്റ് നമ്മൾ നമ്മുടെ ചുറ്റുമുള്ള സ്ഥലങ്ങൾ കാണുക, ആൾക്കാരെ കാണുക, ചുറ്റും പല കാര്യങ്ങളും നമ്മൾ കാണും. ആക്ച്വലി നമ്മൾ ബസ്സിലോ കാറിലൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കാത്ത പല കാര്യങ്ങളും നമ്മൾ സൈക്കിളിൽ പോകുമ്പോൾ ശ്രദ്ധിക്കും. നമ്മുടെ മൈൻഡ് ഭയങ്കര ഫ്രഷ് ആവും. നല്ലൊരു ഫീലാണ്. അതത് എത്ര ദൂരം എന്നൊന്നുമില്ല, നിങ്ങൾക്ക് പറ്റുന്ന ഒരു ചെറിയ ദൂരമെങ്കിലും അറ്റ്ലീസ്റ്റ് നടക്കുക അല്ലെങ്കിൽ സൈക്കിളിലൊക്കെ രാവിലെ എണീറ്റ് പോകുമ്പോൾ ഇറ്റ് മേക്സ് അവർ മൈൻഡ് സോ ഫ്രഷ്. സോ അത് അനുഭവിച്ച് ഞങ്ങളിങ്ങനെ പോയി. ഇവിടെ നമ്മൾ എവിടെ വന്നത് കാശി? റെഡി അല്ലേ? സീരിയസ്ലി ഗൈസ്, ഇവർ നല്ലോണം സൈക്കിൾ ചവിട്ടിയിട്ടുണ്ട്. ഇവരുടെ വിചാരം ടൗണിൽ എവിടെ അടുത്തായിരുന്നു കടാന്ന്. ഓൾമോസ്റ്റ് ഒരു 15-16 കിലോമീറ്റേഴ്സ് ഇവർ ചവിട്ടിയിട്ടാണ് ഞങ്ങൾ ഈ സ്പോട്ടിലെത്തുന്നത്. എന്താണ് കഴിക്കാൻ വേണ്ടത്? നിനക്ക് കട്ടൻ ചായ മതിയല്ലേ കാശി? കട്ടൻ ചായ ഡിസ്കൗണ്ട് ഒരു പഴംപൊരിയും കൊടുക്കാം. അങ്ങനെ 7:30 ആയപ്പോൾ ഞങ്ങൾ കടയിലെത്തി. കുറച്ച് നേരം ഇങ്ങനെ പോസ്റ്റായിട്ടിരുന്നപ്പോഴാണ് ഞാൻ സെൽവാനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, മോനെ 8 മണിയാവും ബീഫൊക്കെ റെഡിയാവാൻ എന്ന് പറഞ്ഞു. ട്വിസ്റ്റായി. ഇവിടെ എത്തിയിട്ട് അവസ്ഥ എന്താടാ? ബീഫ് അങ്ങനെ 1/2 മണിക്കൂർ കളയാൻ വേണ്ടി ഞങ്ങൾ വേറൊരു സ്പോട്ടിലോട്ട് ഷിങ്ങെന്ന് പോയിട്ട് തിരിച്ചെത്താം. അങ്ങനെ ഞങ്ങൾ പിന്നെയും സെൽവേട്ടൻ്റെ കടയിൽ കറക്റ്റ് ഒരു 8:10 ആയപ്പോൾ എത്തി. സെൽവേട്ടൻ്റെ ഇതാണ് സെൽവേട്ടൻ, ഈ കടയുടെ മുതലാളി. പുള്ളിപ്പൊളിയാണ്. പുള്ളി വന്ന് വെള്ളമൊക്കെ വെച്ച് തന്ന് അങ്ങനെ ഞങ്ങളുടെ ഐറ്റം എത്തി ഗൈസ്. ആ പൊറോട്ടയും ബീഫും ആ ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചപ്പോൾ ഒരു സന്തോഷമുണ്ടല്ലോ, അയ്യോ അത് അടിപൊളിയാണ്. അപ്പോൾ ശരി ഗൈസ്. ചൂടുണ്ടോ? നീ കഴിച്ചോ? എടുക്കാൻ പോയിട്ട് നീ നാടൻ ഇങ്ങനെ നോക്കിയിരിക്കാം. കാശി ഒരു പീസ് എടുത്ത് കഴിക്കുകയെ. പിന്നെ കഴിച്ചിട്ടുണ്ട്.
പൊറോട്ടയും ബീഫും കഴിക്കുമ്പോണ്ടല്ലോ ആ ഗോദ സിനിമയിൽ ടൊവിനോ പറയുന്ന ആ ഡയലോഗ് നല്ലോണം ഓർമ്മ വരും. അപ്പോൾ ഈ ഒരു ഭാഗം ഞാൻ ഷൂട്ട് ചെയ്ത് ശരിക്കും ഇത് കാണുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ചൂട് പൊറോട്ടയിൽ ഒരു പീസും ഒരു ബീഫ് കഷ്ണവും കുറച്ച് ചാറും കൂട്ടി കഴിക്കുമ്പോൾ അങ്ങനെ അത് ആസ്വദിച്ച് കഴിഞ്ഞപ്പോഴാണ് സെൽവേട്ടൻ എന്താ ഒരു ട്രേ നിറച്ചും ചൂട് പഴംപൊരിയായിട്ട് വന്നിട്ട് പഴംപൊരി വേണമെന്ന്. പിള്ളേർ വിടുമോ? പിള്ളേർ മാത്രമല്ല, എനിക്ക് ഒട്ടും ക്ഷമയില്ല. 2 പഴംപൊരി വാങ്ങി 4 പേര് ഷെയർ ചെയ്തു. എന്ത് അഡ്ജസ്റ്റ്മെൻറ്റും എൻ്റെ പിള്ളേർ റെഡിയാണ് കേട്ടോ. സോ 2 പഴംപൊരി വാങ്ങി 4 കഷ്ണമാക്കി നല്ല ബീഫ് ചാറിൽ മുക്കി ആസ്വദിച്ച് കഴിച്ചിട്ടുണ്ട്. നല്ല ചൂടുണ്ട്. അവർ കഴിക്കണ കാണുമ്പോഴും നല്ല സന്തോഷമുണ്ട്. ഒപ്പം ഞാനത് കഴിച്ചപ്പോഴും എനിക്ക് നല്ല സന്തോഷം കിട്ടി. സോ എല്ലാവരും ഈ ഒരു ഹോട്ടലിൽ ട്രൈ ചെയ്യുക. വർത്ത് ദ മണിയാണ്, അത് ഉറപ്പ് ഞാൻ തരാം. കുറേ തവണ കഴിച്ചിട്ടുണ്ട് ഇവിടെ നിന്ന്. ഇനി ഈ ഹോട്ടൽ എവിടെയെന്ന് ചോദിച്ചു വരുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നൂറിനിൽ നിന്ന് കഴിഞ്ഞ് 2-ാം മൈൽ സ്റ്റോപ്പിൽ ആണ് ഈ ഹോട്ടൽ വരുന്നത്. സെൽവേട്ടൻ്റെ കട ഒരു ചെറിയ കടയാണ്, പക്ഷേ തിരക്ക് അപാരമാണ്. അതിനുള്ളതാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. പിന്നെ പ്രവർത്തന സമയം വന്നിട്ട് തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ രാവിലെ 7 മണി തൊട്ട് വൈകിട്ട് 3 മണി വരെയും, അതുപോലെ ഞായറാഴ്ച രാവിലെ 7 മണി തൊട്ട് 12 മണി വരെയാണ്. ഉച്ചയ്ക്ക് ഊണൊക്കെ ഉണ്ട്. സോ ബീഫ് 8 മണിയാവും. ചായ അങ്ങനെ കിട്ടിയ പഴംപൊരി കഴിച്ചു. ചായ അങ്ങനെ ഫുഡും കഴിച്ച് തിരിച്ച് വീട്ടിലോട്ടുള്ള ആ ഒരു സ്ട്രഗിളാണ് ഈ കാണുന്നത്. നല്ല വെയിലുണ്ട്. സമയം ഏകദേശം 9 മണിയാവാറായി. ലിറ്ററലി നല്ല തളർന്നു കേട്ടോ എല്ലാവരും. അതവരുടെ ഫേസിൽ കാണാം, പക്ഷെ ക്യാമറ കാണുമ്പോൾ അത് കാണിക്കില്ല. എല്ലാം തേച്ചു. ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിരുന്നു. എല്ലാം നമ്മള് പോയി 1 മണിക്കൂറാണ് ഇവിടുന്ന് പോയിട്ട് എത്തിയത്. നമ്മൾ തിരിച്ചു വരുമ്പോൾ 50 എവിടെ വയറെവിടെ? അയ്യോ ചില പറഞ്ഞിട്ട് രാവിലെ ഞാൻ എടുത്തില്ല. ഇവരാരൊക്കെ എന്നെ വിളിച്ചത്? ഞാൻ 5-6 വട്ടം വിളിച്ച്. രാവിലെ നോക്കുമ്പോൾ ഫോണിൽ ഫുൾ മിസ് കോൾ. അപ്പോൾ നിങ്ങളുടെ ആ ഉത്തരവാദിത്തം സാധാ കോൾ വിളിച്ച്, വാട്സപ്പ് കോള് 5 വട്ടം, സാധാ കോളാ ഓൺ ചെയ്തിട്ടില്ല. അല്ല ഓണായിരുന്നേ. നെറ്റ് ഓൺ ആയിരുന്നു. അതിൽ 2 മിസ് കോൾ ഉണ്ട്, മറ്റേതിൽ 2-3 മിസ് കോൾ ഉണ്ട്. എന്നിട്ട് ഞാൻ എടുത്തത്. ഇവിടെ വന്നു, ഞങ്ങളൊക്കെ റെഡിയായിരുന്നു. എത്ര കിലോമീറ്റർ ചവിട്ടിയിട്ടുണ്ടെന്ന് അറിയാമോ? ഓൾമോസ്റ്റ് ഒരു 24-25 കിലോമീറ്റർ ചവിട്ടി. 2 പൊറോട്ട, 2 പഴംപൊരി, ഒരു ചായ, 2 ബീഫ്, എല്ലാം സെറ്റായി. പിന്നെ 2 മണിക്ക് ട്യൂഷൻ. ഇത് സെറ്റായില്ലേ? അപ്പോ കടയിൽ വന്ന് ആള് ഇംഗ്ലീഷില് ഒരേ എന്നിട്ടെന്താ ആ ചേട്ടൻ കൂടെ ഇരുന്ന് കഴിച്ചവർക്കും അടിപൊളി, നല്ല വൈബായിരുന്നു അല്ലേ? അടുത്ത കട പറഞ്ഞാണല്ലേ എന്താ കഴിക്കാൻ പോണത്? പുട്ടും ബീഫും.
രാജേട്ടൻ്റെ മെഡിക്കൽ കോളേജിൻ്റെ അവിടെ. ഓ മാൻ 50 രൂപ വെച്ച് കൊണ്ടുവട്ടാ. അപ്പോൾ ബൈ ബൈ ഗായ്സ്. Bye.